ഇതാ നമ്മുടെ താരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ക്യാമറ ഇങ്ങനെ രണ്ടുപേരും നമ്മുടെ മാളവികയും എത്തിക്കഴിഞ്ഞു. മാളവിക മേനൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാദിക മാളവിക മേനൻ രണ്ടുപേർക്ക് ഒരു ഉഗ്രം കൈഡി കൊടുക്കാൻ നമുക്ക് എമറാൾഡിന്റെ ഈ തിരുമുറ്റത്തേക്ക് അവരെ സ്വീകരിക്കാം. രണ്ടുപേരും നമ്മളെ കാണാൻ ശാസ്താംകോട്ടയിലേക്ക് എമറാൾഡ് മാർബിളിന്റെ ഈ എമറാൾഡ് മാർബിൾസിന്റെ ഷോറൂം നമ്മളുടെ ഈ നാടിന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും നിറഞ്ഞ കൈയടികളോട് കൂടിയിട്ട് നമുക്ക് വരവേൽക്കാം. നമ്മുടെ നാടിന്റെ സ്നേഹം തീർച്ചയായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കാം. യെസ്, നാദിക ഇപ്പൊ നമുക്ക് മുൻപിലേക്ക് ഇറങ്ങുന്നു. നാദിക ഒരു യെസ്, നമ്മുടെ പ്രിയപ്പെട്ട താരം നാദിക ഇപ്പൊ നമുക്ക് മുൻപിൽ. ഇനി മാളവികയും കൂടിയുണ്ട്. മാളവിക കൈയടി പോലെ യെസ്, കൈയടിക്ക്. യെസ്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം മാളവിക ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എമറാൾഡ് മാർബിൾസിന്റെ ക്ഷണം സ്വീകരിച്ച് ശാസ്താംകോട്ടയുടെ നടുമുറ്റത്തേക്ക് നമ്മുടെ എമറാൾഡ് ഗോൾഡിന്റെ എമറാൾഡ് മാർബിൾസിന്റെ മുറ്റത്തേക്ക് വരും. യെസ്, ഹായ് മാളവിക, അപ്പറിന്റെ പാട്ട് കഴിഞ്ഞപ്പോ കിട്ടി കൈയിടില്ല. കൈയ്യിൽ ഒന്നുകൂടി കേട്ടിട്ട് ഈ പ്രസ്ഥാനത്തെ ഞാനിവിടെ ശാസ്താംകോട്ട് ഇവിടെ ഒരു കോളേജിൽ വന്നിട്ടുണ്ട്, ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരവി കോളേജ്. അപ്പോൾ അന്ന് എന്നെ കൊണ്ടുവന്ന സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൈലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ ഉള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ കുറേ ആ കോളേജിൽ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എനിക്കറിയാം. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൂടെ കട്ടക്ക് നിൽക്കുന്ന രണ്ട് ഫ്രണ്ട്സുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നേരത്തെ പറഞ്ഞ സഹോദരൻ അനസിന് എല്ലാവരും സപ്പോർട്ടും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാളവിക കുറച്ച് സമയമായിട്ട് ഇങ്ങനെ നാദിക പറയുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കാനുള്ള ഒരു വിതുമ്പലോട് കൂടിയിട്ട് നിൽക്കുകയാണ്. മാളവികയെ കാണാൻ വേണ്ടിയിട്ട്, നാദികയെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന ഒരു വലിയ കൂട്ടം ഇവിടെ ഉണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ. കൊല്ലം ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്, അടൂര്, കടയ്ക്കൽ അവിടെ ഒക്കെ ആയിട്ട്. എപ്പോഴും ഇത്രയും ക്രൗഡ് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലത്ത് എപ്പോ വന്നാലും. സോ അത് ഒരു ചീർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തു. ലാസ്റ്റ് ടൈം വന്നപ്പോഴായാലും എനിക്ക് ജനക്കൂട്ടമായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു എനർജി വരും. അപ്പൊ ഇപ്പോഴും വീണ്ടും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. ഇത്തവണ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത് എമറാൾഡ് മാർബിൾസിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല കളറായിട്ടായിരിക്കുന്നത്. സോ ഉള്ളില് കണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. മാളവികയുടെ വീട് പണി നടക്കുന്ന സമയമാണോ ഇവിടുന്ന് മാർബിൾസ് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടോ? ഞാൻ അതിനു വേണ്ടി അനസിനെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് യാതൊരു സംശയം വേണ്ട, ഇതിന്റെ അമരക്കാരൻ, എമറാൾഡ് മാർബിൾസിന്റെ അമരക്കാരൻ അനസാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് അനസിനെ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അനസ് സാധാരണഗതിയിൽ അധികം സംസാരിക്കില്ലാത്ത ആളാണ്. അനസ് സാധാരണ എപ്പോഴും നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാലും ബാക്കി എല്ലാരും സംസാരിച്ചിരിക്കുള്ളൂ. അനസ് എപ്പോഴും